തിരുവനന്തപുരം പട്ടത്തെ ഫർണിച്ചർ ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ ബിസിനസ് വൈരാഗ്യമെന്ന് ഉടമ. ആരോ മനഃപൂർവ്വം തീയിട്ടതെന്ന് സ്ഥാപന ഉടമ ജോയി എബ്രഹാം ആരോപിക്കുന്നു. ഇത് മൂന്നാം തവണയാണ് ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇന്നത്തെ അപകടത്തിൽ ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 4 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. MP ദേവൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, എന്തായാലും വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്നത് മാത്രമല്ല, ഇത് തുടരെ ഉണ്ടാകുന്നു. ചില ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത് ഉടമ. കാരണം ആരോ മനഃപൂർവ്വം തന്നെ തീയിട്ടത് എന്നതാണ് ഉടമ പറയുന്നത്. അതെ രുചീഷ, സമാനമായ സാഹചര്യത്തിൽ മുൻപും ഈ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഉടമ തന്നെ വ്യക്തമാക്കുന്നത്. ജോയി എബ്രഹാം എന്നാണ് ഉടമയുടെ പേര്. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് സമാനമായ സാഹചര്യത്തിൽ മുൻപും ഇത്തരത്തിൽ എവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നിൽ ഈ ബിസിനസ് വൈരാഗ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപായി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഈ തന്റെ സ്ഥാപനത്തിന് നേരെ ഇത്തരത്തിൽ ഈ ബിസിനസ് വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി തന്നെ പട്ടം പ്ലാമൂട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജോയ് ഫർണിഷിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ ഈ വലിയ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ ഉടമ വ്യക്തമാക്കുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ അവിടെ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിലൊരു വൈദ്യുതി ബന്ധം ഉള്ള ഒരു സ്ഥലം കൂടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു സാധ്യത അവിടെ അദ്ദേഹം കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംശയം, ആരോ മനഃപൂർവ്വം തീയിട്ടതാണെന്നുള്ളൊരു സംശയം ഉടമ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ഓണക്കാലത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഏകദേശം 20 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കസേരകളും ചൂരൽ കസേരകളും ഒപ്പം തന്നെ മറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ അസംസ്കൃത വസ്തുക്കളും മെത്തയും അടക്കമുള്ള വസ്തുക്കളായിരുന്നു അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളതായും ഉടമ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ പരാതി നൽകാൻ തന്നെയാണ് ഉടമയുടെ തീരുമാനം. അവിടുത്തെ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കഴക്കൂട്ടത്തെയും ഒപ്പം തന്നെ ചെങ്കൽച്ചൂളയിലെയും അടക്കമുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തി 4-ലധികം യൂണിറ്റുകൾ എത്തിക്കൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളത്. രാവിലെ 10 കൂടി തുടങ്ങിയ ഒരു തീപിടുത്തം ആദ്യഘട്ടത്തിൽ വലിയ പുക ഉയരുന്നത് കണ്ട അടുത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഈ ആദ്യഘട്ടത്തിൽ അവിടെ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ സമീപത്തുണ്ടായിരുന്ന ഈ വീടുകളിലേക്ക് ഉണ്ടായിരുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സിന്റെ കഴക്കൂട്ടത്തു നിന്നുള്ള ഫയർഫോഴ്സിന്റെ ആദ്യ 2 യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ വലിയ രീതിയിൽ പുക ഉയർന്നത് ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തെ ആദ്യഘട്ടത്തിൽ ദുഷ്കരമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ യൂണിറ്റുകൾ എത്തുകയും മാത്രമല്ല, ഈ ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങൾ ഓക്സിജൻ മാസ്ക് അടക്കം ധരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്കോ വീടുകളിലേക്കോ തീ പടർന്നു പിടിച്ചുകൊണ്ടുള്ള ഈ തീപിടുത്തത്തിന് പിന്നിൽ വലിയൊരു ആരോപണം തന്നെയാണ് ഉടമ ഉന്നയിക്കുന്നത്. തുടരെ സംഭവിക്കുന്നു. ബിസിനസ് വൈരാഗ്യം കാരണം ചിലർ ചെയ്തതാണ് എന്നതാണ് ഉടമയുടെ ആരോപണം. മറ്റു